ഡ്രഗ്സ് കേസിലോ കാര്യങ്ങളൊന്നും നമ്മൾ പെടുന്ന ആളല്ല. വാർപ്പൊടി വലിക്കും. അത് ഞങ്ങൾ ഈ ലോകമെമ്പാടും കാണാൻ തന്നെ ബിഗ് ബോസിൽ വലിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഞാൻ വലിക്കുന്നുണ്ട്, വൈകുന്നേരം ശ്രമിക്കുന്നുണ്ട്, മാക്സിമം കുറച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഈ കാര്യമായിട്ട് നമുക്കൊരു യാതൊരു ബന്ധമില്ല. പൈസ ട്രാൻസ്ഫർ ചെയ്ത കാര്യങ്ങളിലായിട്ടാണ് എന്നോട് ഒരാൾ ചോദിച്ച കാര്യങ്ങൾ. അപ്പോൾ എനിക്കത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ തന്നെ എനിക്ക് മദർ തെരേസ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. മദർ തെരേസ അവാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്. എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരെ സഹായിക്കുന്നതായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പല ആളുകൾക്ക് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് പല എന്നോട് ചിലപ്പോൾ ഫാദറിന് സുഖമില്ലെന്ന് നമുക്ക് പെട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും. ആ സമയത്ത് എൻ്റെ ഫാദറിന് സുഖമില്ലെന്ന് ചോദിക്കാറില്ല, ഞാൻ കൊടുക്കാറുള്ളൂ. പലരും പറ്റിക്കാറുണ്ട്. അത് എനിക്ക് ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. അത് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ പാടം ഉറക്കാനും ചോദിക്കാറുണ്ട്. അത് പല കാര്യങ്ങളും അവർക്ക് സുഖമില്ല എന്തൊക്കെ പറഞ്ഞിട്ട് എന്നോട് പൈസ ചോദിച്ചെന്ന് പറയും. ഞാൻ ഇതിന് എതിർത്തൊരു കാര്യം ചോദിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും 500 ചോദിച്ചാൽ ഞാൻ 1000 കൊടുക്കാറുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഞാൻ ബിഗ് ബോസിൽ പോണതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ്. ബിഗ് ബോസിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവസ്ഥ നമുക്ക് അറിയാലോ. എല്ലാവരും ചോദിക്കുന്നതാണ് ചെലവ് അത് സാറിന് ചോദിക്കും. ജയിച്ചതിന് ചിലവില്ല, ജയിച്ചതിന് ചിലവില്ല ചോദിക്കുമ്പോൾ ഞാൻ എന്നെ കാരണം നിങ്ങൾ പി ആർ എന്ന് പറയില്ല. എൻ്റെ പി ആർ നോക്കും ജനങ്ങളാണ്. കൂട്ടമായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവർ നമ്മളോട് ചിലപ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്കൊക്കെ നമ്മൾ പണ്ട് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആർക്കാണ് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം അത് അവർ വ്യക്തിപരമായിട്ട് അന്വേഷിക്കുന്നതിനെ പൂർണ്ണമായിട്ട് നമ്മൾ സഹകരിക്കും. അല്ലാതെ നമ്മളെ കാര്യങ്ങൾ അവർ ഏൽപ്പിച്ചിട്ട് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ മുന്നോട്ട് പോകരുത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് തന്നെ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. എനിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയ മീഡിയാസിനെതിരെ ഞാൻ പോകും. അത് ഉറപ്പാണ്, 100% ഉറപ്പ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഈ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാണ്. അല്ലാതെ വേറെ രീതിയിലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാവും. എനിക്കത് മുന്നോട്ട് പോയേ പറ്റും. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തല്ലോ, ഒന്നും ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. ഞാൻ ഇന്നലെ മറ്റേ ഓഫീസറെ വിളിച്ച് ചോദിച്ചായിരുന്നു, സാറേ ഇങ്ങനെ ഒരു കാര്യം പ്രചാരണം നടക്കുന്നു, ഇതെന്ത് സംഭവം, എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീ തുറന്ന് പറഞ്ഞു, നമ്മൾ എല്ലാവർക്കും നോട്ടീസ് അയക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അത് ഇവരെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരും അയച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഞാനുണ്ട്. എൻ്റെ കോൺടാക്റ്റിൽ നമ്പറില്ലാത്ത ആൾക്കാർക്ക് എല്ലാവരും കുറവാണ്. എല്ലാവരും കോൺടാക്ട് നമ്പറുണ്ട്. ഇവരെല്ലാവരും ഓരോ കേസിൽ പിടിക്കുമ്പോഴും നമ്മളതിനകത്ത് പ്രതികരിക്കും. ആലോചിക്കും നമ്മൾ ഇപ്പോൾ അവർ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സഹകരിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ തയ്യാറല്ലാതെ ഞാൻ പറഞ്ഞില്ലെന്നിരിക്കും. ഞാൻ ഓഡിയോ ഒളിച്ചിട്ടുമില്ല. അത് രാവിലെ വന്നിട്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഫുൾ ഞാൻ ഓപ്പണാണ്. അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓടി വിളിക്കില്ലേ? നമുക്ക് ഓടി വിളിക്കേണ്ട ആവശ്യമില്ല. അന്വേഷണപരമായി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്, എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ഞാൻ വരും. കാരണം എൻ്റെ കൂടി എനിക്ക് നോട്ടീസ് തന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട്. എൻ്റേതായ ഒരു സമയത്തനുസരിച്ച് ഞാൻ വരാം ഇത് പറഞ്ഞപ്പോൾ അവരത് അങ്ങനെ തന്നെ അംഗീകരിച്ചത്. കാരണം അവർ വേറെ രീതിയിലുള്ള നോട്ടീസുമായിട്ട് എനിക്ക് തന്നിട്ടില്ല. സാധാരണ രീതിയിലുള്ള നോട്ടീസ് എനിക്ക് തന്നു. അത് ഇതിൻ്റെ വകുപ്പ് ചെറ്റിയോ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് തന്നില്ല. അത് എനിക്ക് ജനങ്ങളോടും മീഡിയാസിനോടും നിങ്ങളോട് എല്ലാവരും, കാരണം എൻ്റെ ബന്ധുക്കാരോടക്കം എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്, നാട്ടുകാരെ എല്ലാവരും നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഭരിക്കുന്നതോടും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും എന്താ പറയുക, ഒരാളുടെ പേരെടുത്ത് ഞാൻ പറയാനുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കല്ലെറിയുമ്പോൾ സൂക്ഷിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് പോകും. അതുപോലെ വക്കീലിനെയും ആൾക്കാരും കണ്ട് അതുപോലെ നിയമപരമായിട്ട് ഞാൻ പോയിരുന്നു. ഇതുവരേക്കും അങ്ങനെ പോയിട്ടുള്ളൂ. നിങ്ങളെ അത് പ്രതികരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടൊന്നല്ല എനിക്ക് പ്രതികരിക്കാത്ത ഇത്ര നാളായിട്ട്. കാരണം നമ്മൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതെല്ലാം ഒരു ഗെയിമാണ് എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഒന്നും പ്രതികരിക്കാതെ. പ്രതികരിക്കേണ്ട വരേണ്ട അവസ്ഥ വന്നുകൊണ്ടാണ് ഇന്ന് ഈ നിങ്ങളുടെ മീഡിയ മുമ്പിലേക്ക് അവസ്ഥ വന്നത്. ജിന്റെ ഈ ആലപ്പുഴ കേസിൽ ഈ ശ്രീമ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ ഒരു ബിഗ് ബോസ് താരം ജിൻഡോയുടെ പേര് പറയും. അല്ല ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസുമായിട്ടാണ് വരുന്നത്.
ആ കേസിൽ ജിൻഡോ പറയുന്നത് ഞാൻ ഉപയോഗിക്കാത്ത ആളാണ്. പേഴ്സണൽ നമുക്കും അറിയാം അങ്ങനെയുള്ള ആളാണ്. എൻ്റെ പേഴ്സണലാണ് ഒരു ഒറ്റ കാര്യമുള്ളൂ, എന്തുകൊണ്ടാണ് ജിൻഡോയുടെ പേര് പറയാൻ കാരണമായത്? നേരത്തെ പറഞ്ഞ് നമ്മൾ സഹായിച്ചുകൊണ്ട് മൊബൈൽ ചാറ്റുകൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോഴാണ് ഈ കേസ് വന്നിപ്പോൾ നടന്മാരുടെ കേസ് വന്നത്. ബിഗ് ബോസ് ജിൻഡോയുടെ കേസ് പറയുന്നു. ഈ പെൺകുട്ടി അറിയുന്നു. ഞാൻ ഈ പെൺകുട്ടി ആരെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതുവരെയും എനിക്ക് ഇന്ന ആളാന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. പക്ഷെ എനിക്ക് അതായത് ഇന്ന് ഇതുവരെ എനിക്ക് ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ ഉള്ള സംഭവം ഞാൻ പറഞ്ഞില്ല. ഈ സത്യം പറഞ്ഞാൽ കൂടെ നടക്കുന്ന ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഞാൻ മറന്നിരിക്കുന്നതാണ്. എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഒരു ഫോൺ നമ്പർ വരുമ്പോൾ വരെ ഞാൻ നമ്പർ നോക്കിയിട്ട് ആ നമ്പർ കട്ടായി കഴിഞ്ഞിട്ട് പേര് എടുത്ത് വാട്സപ്പ് നോക്കണം. അപ്പോൾ നോക്കിയിട്ട് വാട്സപ്പിൽ എല്ലാ കാര്യങ്ങളും പോകണം. ആ അവസ്ഥയാണ് എൻ്റെ. കാരണം ഇത് നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ആ അവസ്ഥയിൽ നമ്മൾ കിട്ടും. അപ്പം നമ്മൾ ആരാണെന്നറിയില്ല, ഇത് ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. ഞാൻ പലർക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് കേസ് പിടിക്കേണ്ട ആൾക്കാരാണോ നമ്മുടെ എന്ത് കേസിൽ സഹായിക്കാൻ ഞാൻ റെഡിയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് എന്ത് പറയണോ അതനുസരിച്ച് നമുക്ക് നീങ്ങാൻ നമ്മൾ റെഡിയാണ്, സഹകരിക്കണം. കാരണം ഈ ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ ഫിറ്റ്നസ് സെൻ്റർ ആൾക്കാരാണ്. എൻ്റെ ഗതികളോട് ഞാൻ വലിച്ചു തുടങ്ങി. അതിപ്പോൾ ഒരു ചെറുതായിട്ട് കുറച്ച് കൊണ്ടുവന്ന സിഗരറ്റ് വലി വരെ ഞാൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പിടിക്കുന്ന സാധനം അതുവരെ ഞാൻ കുറച്ച് കൊണ്ടുവരുന്ന ആളാണ്. സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളോട് നമുക്ക് താല്പര്യമില്ല, അത് ചെയ്യുന്നവരോടും നമുക്ക് താല്പര്യമില്ല. ഈ ഫിറ്റ്നസ് സെൻ്ററിലായാലും എവിടെയായാലും ഒരു വന്നവരോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അത് ഉപയോഗിക്കില്ലെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണ്. ഈ കേസിൽ ഒരു ഗൂഢാലോചന ഉണ്ട്, ജിൻഡോയുടെ പേര് വലിച്ചെഴുതിയ ഗൂഢാലോചന ഉണ്ടോ? എൻ്റെ പേര് വലിച്ചെടുക്കാനുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഈ കേസിൽ എന്നെ വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു 2 ദിവസം മുമ്പേ എന്നോട് കുറച്ച് ആൾക്കാർ പറയാം. അതായത് ജിൻഡോ നിനക്കൊരു പണി വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് പണിയിടാം, എന്ത് പണിയാം നോക്കുമ്പോൾ അവർ പറയാം അല്ല അത് പണി വരുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ബിഗ് ബോസിലുള്ള ആൾക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, പുറത്തുള്ള ആരായിക്കോട്ടെ, ഇവർക്ക് നമുക്ക് ബിഗ് ബോസിൽ നടന്നു പറഞ്ഞാൽ ഒരാൾക്ക് കപ്പടിക്കാൻ പറ്റില്ല. മനസ്സിലാക്കും. നിങ്ങൾക്ക് കപ്പ് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്നുണ്ടോ അതെനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അതൊരു ഗെയിമാണ്. ആ ഗെയിമിൻ്റെ ഭാഗമാണ് നിർത്താം. അത് പേഴ്സണലി അതായിട്ട് ഞങ്ങൾ എന്താ പറയുക അവിടെ ഞങ്ങൾ അത് ചെയ്തു. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലെന്നല്ല പുറത്തെ ആൾക്കാർ അവർ പറയുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. അതായത് അവരെ നമ്മുടെ ഫാൻസും മീഡിയാസും അവർക്കെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിച്ചു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെന്ത് ചെയ്തിട്ടാണ് നമ്മുടെ ഫാൻസും നമ്മുടെ ആൾക്കാരും പ്രതികരിക്കും. അത് അവരുടെ സ്നേഹം, നമ്മളോട് സ്നേഹമാണ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് സ്നേഹമാണ് അവരോട് പ്രതികരിക്കണം. തിരിച്ച് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ ഫാൻസിൻ്റെ ആൾക്കാർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓക്കെ തിരിച്ചൊരു മറുപടി പോലും അവരുടെ കമന്റിനെതിരെ ഞാൻ കൊടുക്കില്ല, ഒരാൾക്കൊരു കൊടുക്കില്ല. കേസ് കൈകാര്യം ചെയ്തത് നോട്ടീസ് കിട്ടി, നോട്ടീസിൽ ആരെങ്കിലും വ്യക്തമാക്കി എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് നിലയിൽ കേസ് പഠിച്ചിട്ടുണ്ടാകും. ഇത് വലിയൊരു കേസായിട്ട് ഞങ്ങൾക്ക് വലിയ മീഡിയ കേസാണ്. അത്രയും ഒരു സ്ത്രീയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്, ജില്ലയുടെ പേര് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ കേസിനെ കാണുന്നത്? ജിൻഡോന്റെ കേസ് എന്ന രീതിയിൽ ഉപരി സെൻസേഷനായിട്ടുള്ള ഒരു കേസാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒരു ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള ബേസിക് നോട്ടീസാണ്. അതിനകത്ത് എഫ്ഐആറിനകത്ത് നമ്മുടെ പേര് മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് നമുക്കെതിരായിട്ടുള്ള എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള ന്യൂസസ് നമുക്ക് കിട്ടിയിട്ടില്ല. അടിസ്ഥാനരഹിതമായിട്ട് ചില ആൾക്കാർ നമ്മുടെ പേഴ്സണൽ ലൈഫിനും പ്രൊഫഷണൽ ലൈഫിനും ബാധിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത തരത്തിലും പ്രചരിപ്പിച്ച് തുടങ്ങിയപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത്. കേസ് നടക്കുന്നുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലുള്ള ഒരു കേസിനെ പറ്റിയിട്ട് അധികം പറയാനും പാടില്ല. നമ്മളെന്തായാലും ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ടും നമ്മൾ സഹകരിക്കുന്നുണ്ട്. ജിൻഡോ ചാറ്റിംഗ് എൻ്റെ അറിവ് ചാറ്റിംഗ് ആ കുട്ടിയെ വേണ്ടി ചാറ്റ് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ജിൻഡോ അതിന് പ്രത്യേകം മറുപടി പറഞ്ഞു.
അതൊക്കെ അതിനെതിരെയൊക്കെ ഒരു ജില്ലോ വിളിച്ച് ചോദ്യം ചെയ്യിക്കുന്നത് അന്വേഷണ ഭാഗമാണ്. നമുക്കൊരിക്കലും അത് തെറ്റ് പറയാൻ പറ്റില്ല. ആ കേസുള്ള ജില്ലോ അവർക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഗൂഗിൾ പേ ചെയ്യാനുള്ള കാരണം ജില്ലോ പറയുന്നു. പക്ഷെ അതിനൊരു തെളിവുകൾ ശേഖരിക്കാതെയാണല്ലോ ഇപ്പോൾ ജില്ലയ്ക്ക് നോട്ടീസ് വന്നിരിക്കുന്നത്. അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനല്ലേ, ഏത് തർക്കം വരെ പോകാനുള്ള തീരുമാനം? അതെ, തീർച്ചയായിട്ടും. ഒരു അലിഗേഷൻ നമുക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ നേരിടും. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് IOK ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ആര് വേണമെങ്കിലും ബന്ധപ്പെടാം. നമുക്കതിനകത്ത് യാതൊരു തർക്കമില്ല. എല്ലാ പ്രോസസ്സിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിളിച്ചപ്പോൾ മുതൽ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിക്കുന്നതാണ്. നമുക്ക് യാതൊരു തർക്കമില്ല അതിൽ. നമുക്കെതിരെ വരുന്ന അല്ലാത്ത അലിഗേഷൻസിന് മാത്രമേ നമുക്ക് കുഴപ്പമുള്ളത്. പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നടക്കും. ഇപ്പം നമുക്കറിയാം. അപ്പോൾ അതിലൊരു റെലവൻ്റ് അല്ലാത്ത രീതിയിൽ ഇപ്പം നമുക്ക് ഒരു ദിവസം നമ്മുടെ ചായ കുടിക്കാൻ പോയാൽ നമ്മൾ പുറത്ത് ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ആണ്. നമുക്ക് പല ആൾക്കാർക്കും പൈസ അയക്കേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടൈം വരുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. നമ്മള് ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അറസ്റ്റ് ചെയ്തു എന്ന് പറയും പോലെയുള്ള ന്യൂസുകൾ സ്പ്രെഡ് ആകുമ്പോൾ ഗൂഢാലോചന അല്ലാതെ അതിനപ്പുറം അതിലൊന്നും പറയാനില്ല. എന്തായാലും ജിൻഡോയ്ക്കും 2-3 ആൾക്കാർക്കല്ല നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിനപ്പുറം ഒരുപാട് പേർക്ക് നോട്ടീസ് അവിടെ പോയിട്ടുണ്ട്. ബാക്കി വ്യക്തികളുടെ പേരൊന്നും വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗൂഢാലോചന. ജിൻഡോയുടെ പേരും അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇതൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് എന്നെ വിളിപ്പിച്ചേക്കുന്നത് ആരാളോ അവരെൻ്റെ പേര് പറഞ്ഞത് പറഞ്ഞിട്ടില്ല. എൻ്റെ ട്രാൻസാക്ഷൻ നടന്നതാണ് തെറ്റായ കാര്യങ്ങൾ പറയുന്നു. അതായത് എന്നെ വിളിപ്പിച്ചേക്കുന്നത് അവരെൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അതായത് എന്നെ വിളിപ്പിച്ചേക്കുന്നത് എൻ്റെ ഇതിനകത്ത് ട്രാൻസാക്ഷൻ നടന്നത് ഭാഗമായിട്ട്, അല്ലാതെ എൻ്റെ പേര് പറഞ്ഞു പറഞ്ഞില്ല. മനസ്സിലായോ? അപ്പോൾ അത് അവർ പേര് പറഞ്ഞു നിങ്ങളാരും കേട്ടില്ല, ആരും കേട്ടില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സാധനമില്ല. ഇവർ സംഭവിച്ചത് ഈ മീഡിയ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു. ഇന്നലെ കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങോട്ട് വന്നേലും ഇന്നലെ രാത്രി കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു, സാർ ഇത് എന്താണ് സംഭവം, എന്തിനാണ് എന്നെ വിളിച്ചത്, കാര്യം എങ്ങനെയെന്ന് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ജിൻഡോ, അത് ഇപ്പോൾ ജിൻഡോ ആണ് ഈ അന്വേഷണം നടത്തുന്നെങ്കിൽ, ഇങ്ങനെ ട്രാൻസാക്ഷൻ നടന്നെങ്കിൽ അങ്ങനെ നടന്നത് അത് ചെറിയ അതായത് എന്താ പറയുക, ആരാണ് എനിക്ക് സത്യം പറഞ്ഞ് പറയുന്ന ആളാണെന്ന് വ്യക്തമല്ല എനിക്ക്. അങ്ങനെ ഞാൻ ക്ലിയറായിട്ട് പറയുന്നതാണ്. മനസ്സിലായോ? എനിക്ക് പറയുന്ന ആളൊരു വ്യക്തിയല്ല, എനിക്ക് ക്ലിയർ അല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടി കളിച്ചൂടെ? ഞാൻ ഓടി കളിച്ചിട്ടില്ല, ഞാൻ അവിടെ തന്നെയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു പേടിയില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അവരുടെ കേസ്, അതായത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ 1-2 നടക്കുന്നത് ചെറിയ പൈസയുടെ ട്രാൻസാക്ഷൻ നടക്കാത്ത അതെന്താണെന്ന് അറിയാൻ ജിൻഡോ ആണെങ്കിൽ വിളിച്ചു വരുത്തില്ലേ 10 രൂപ ചെയ്തുള്ളൂ. അല്ലാണ്ട് അവര് പേര് പറഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനത്തെ ഒരു പ്രചരണം നിങ്ങൾ ഉണ്ടാക്കില്ല. കാരണം അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവരുടെ മൊബൈൽ ട്രാൻസാക്ഷൻ കണ്ടു, അവരുടെ മൊബൈൽ ട്രാൻസാക്ഷൻ കണ്ടു, അവർ വിളിച്ചു. ഇത്രയോളം ഞാൻ അവരുടെ ആരാണെന്ന് എനിക്ക് അറിയാൻ പറഞ്ഞില്ല. എനിക്ക് കിട്ടിയ പൈസയിൽ ഒരു 30 ഭാഗവും ഞാൻ മറ്റുള്ളവരുടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കണ്ടാലും കല്യാണം നടത്തി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം പല കാര്യങ്ങളും ലൈഫ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് മതദേശ അവലംബിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം തന്നെയല്ലോ. അപ്പം അത് നമ്മൾ കാരണം ചോദിക്കണ ആളെ എന്തിനാ ചോദിക്കണമെന്ന് പോലും പിന്നീട് ഞാൻ അന്വേഷിക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ സമയം കൊണ്ട് ഞാൻ അന്വേഷിക്കാൻ കഴിയും. കാരണം ഇന്നലെ കൂടി ഒരാൾ ചെറിയ പൈസ ചോദിച്ചു, വീടിൻ്റെ വാടക ഉണ്ടാവില്ല, പൈസ തരാമെന്ന്. ഞാൻ പറഞ്ഞ പൈസ കൊടുക്കാൻ ഇത് പറഞ്ഞു സത്യം. അപ്പം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയണത്. അല്ലാണ്ട് നമ്മൾ പേടിച്ചു ഓടാനല്ല, ആരും പേടിച്ചു ഓടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുമ്പിൽ തല വെച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ. അത് തെറ്റായ കാരണങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ദയവ് ചെയ്ത്. കാരണം നമ്മൾ സാധാരണ മനുഷ്യനാണ്, മനസ്സിലാക്കുക. എൻ്റെ നിങ്ങൾ പറയണം അവരങ്ങനെയാണ് എങ്ങനെയാണ് എന്താണ് എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കാൻ ഞാൻ എന്താണെന്ന്. ഞാൻ അറിയാൻ പാടാത്ത ആൾക്കാർ അതൊന്നും പറഞ്ഞ് എൻ്റെ അടുത്തൊന്നും ചോദിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും മാത്രം വിഷമത്തിലാണ്.
കാരണം ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക വിഷമങ്ങൾ സഹിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയേക്കാണ്. അപ്പം അവിടെ നിന്ന് തന്നെ ബിഗ് ബോസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പലതും കേട്ടിട്ടുണ്ടോ? അവൻ നമ്മൾ കപ്പടിപ്പിക്കില്ല, കാര്യങ്ങൾ അടുപ്പിക്കില്ല, നിങ്ങൾ പലരും പറഞ്ഞു കേട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ പുറത്ത് ആൾക്കാർ ഇങ്ങനെ കപ്പടിപ്പിക്കില്ല, കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും എന്തോ ജനം വെച്ചിട്ട് ഞാൻ ഇത്രയും, അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പാർന്ന സീസണായിട്ട് ജയിച്ചത് ഏഷ്യൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രചരിച്ച സ്ഥാനം ഞാൻ അടിച്ച ബിഗ് ബോസിനാണ്. ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ജയിക്കില്ല. അതൊന്നും മനസ്സിലാക്കാം. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. കാരണം എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ല. സത്യം പറഞ്ഞു ജനങ്ങൾ ബോധിപ്പിക്കുന്നത് കടമ എനിക്കുണ്ട്. അപ്പം നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങണ മാധ്യമത്തിന് അത് ആരായിരുന്നു സത്യമാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അതെൻ്റെ പ്രസിഡന്റിൻ്റെ പ്രശ്നമാണ്. നിയമപരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട്. കാര്യങ്ങളും അവർക്ക് വഴിയെ മനസ്സിലാക്കും.